നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. 2020 ലോക കിരീടം നേടിയ ഇന്ത്യൻ ടീമിന് BCCI പ്രഖ്യാപിച്ചിട്ടുള്ള പാരിതോഷികം എന്ന് കേട്ടാൽ എത്രയാണെന്ന് കേട്ടാൽ ആരും ഞെട്ടിപ്പോകും, ആരുടെയും കണ്ണ് തള്ളിപ്പോകും. അത്രമാത്രം വമ്പൻ ഒരു തുകയാണ് BCCI പാരിതോഷികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. തുടർച്ചയായി രണ്ടാമതാണ് ഇന്ത്യ ലോക കിരീടം നേടിയത്. അതിൻ്റെ തുടർച്ചയായി രണ്ടാമത് ലോക കിരീടം നേടിയതിൻ്റെ എല്ലാ ഗുണഫലങ്ങളും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ടീം. BCCI പ്രഖ്യാപിച്ച പാരിതോഷികം എന്ന് പറയുന്നത് 131 കോടി രൂപയാണ്. 131 കോടി രൂപ. കഴിഞ്ഞ 2024 ഇന്ത്യ രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിൽ, അന്ന് രാഹുൽ ദ്രാവിഡാണ് കോച്ച്, ആ ടീമിന് BCCI അന്ന് കൊടുത്തത് 2 കൊല്ലം മുമ്പ് കൊടുത്തത് 125 കോടി രൂപയായിരുന്നു. അത് ഇത്തവണ 6 കോടി രൂപ കൂടി 131 കോടി രൂപയായി. റെക്കോർഡാണ് കേട്ടോ, റെക്കോർഡാണ്. ഇത്രയും വലിയ പാരിതോഷികം, ഇത്രയും വമ്പൻ തുക പാരിതോഷികമായി BCCI കൊടുക്കുന്നത് റെക്കോർഡാണ്. 131 കോടി രൂപ. ഹർമൻപ്രീത് കൗറിൻ്റെ നേതൃത്വത്തിൽ വനിതാ ടീം 2020 ലോകകപ്പ് നേടിയപ്പോൾ BCCI കൊടുത്തത് 51 കോടി രൂപയായിരുന്നു. 51 കോടി രൂപ. അതിൽ നിന്നൊക്കെ 80 കോടി രൂപ കൂടിയിട്ടാണ് ഇപ്പോൾ 131 കോടി രൂപയാണ് പുരുഷ ടീമിന് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ അണ്ടർ-19 ടീം, ഇന്ത്യൻ ടീം 6ാം തവണ ലോക കിരീടം നേടിയപ്പോൾ ആ ടീമിന് 7.5 കോടി രൂപയാണ് പാരിതോഷികമായിട്ട് BCCI കൊടുത്തിട്ടുണ്ടായിരുന്നത്. 7.5 കോടി രൂപ. അപ്പോൾ മൊത്തത്തിൽ കാശെറിഞ്ഞ് കളിക്കുക, അത്രയും കാശുള്ള ലോകത്തെ ഏറ്റവും സമ്പന്നമായ ക്രിക്കറ്റ് ബോർഡാണ് കേട്ടോ ഇന്ത്യയുടേത്, BCCI. അപ്പോൾ ആ കാശിൽ നല്ലൊരു കാശ് എറിഞ്ഞ് കൊടുത്തുകൊണ്ട് തന്നെ കളിക്കാരെ തീർച്ചയായിട്ടും സന്തോഷിപ്പിക്കുന്നത് തന്നെയാണ് BCCI ചെയ്യുന്നത്. BCCI അതിൻ്റെ പ്രസ് റിലീസിൽ പറയുന്നുണ്ട്, എല്ലാ ടീം അംഗങ്ങളെയും അഭിനന്ദിക്കുന്നു, തുടർച്ചയായി 2ാം കിരീടം നേടിയതിൽ അഭിനന്ദനം അറിയിക്കുന്നു, സപ്പോർട്ട് സ്റ്റാഫിനും കോച്ചിനെയും സെലക്ടർമാരെയും എല്ലാവരും അഭിനന്ദിക്കുന്നതായിട്ട് BCCI അറിയിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വലിയ നേട്ടങ്ങളാണ് ഇന്ത്യൻ ടീമിനുണ്ടായിട്ടുള്ളതെന്ന് BCCI പറയുന്നു. എന്തൊക്കെയായാലും ഇന്ത്യ ടീമിന് പാരിതോഷികം കിട്ടുമ്പോഴാണ് കൂടുതൽ ഈ ഒരു പ്രസ് റിലീസിൽ അഭിനന്ദനം കിട്ടിയത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അതിന് പകരം ഈ പൈസ കിട്ടുമ്പോൾ അതൊരു വലിയ ഇതല്ലേ. പൊതുവെ ക്രിക്കറ്റ് താരങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിഫലം വാങ്ങി 100 കണക്കിന് കോടി രൂപ ആസ്തിയുള്ള ആളുകളാണ് മിക്കവരും. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ചെറിയ പാരിതോഷികമായിട്ടായിരിക്കും ഒരുപക്ഷെ അവർക്ക് തോന്നുന്നുണ്ടാവുക. പക്ഷെ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തുകയാണ് 131 കോടി രൂപ. എന്തായാലും ലോകകപ്പ് ജയിച്ച വകയിൽ ICCയുടെ പാരിതോഷികമായിട്ട് സമ്മാന തുകയായിട്ട് ഇന്ത്യക്ക് കിട്ടിയിരുന്ന 27 കോടി രൂപയാണ്. 27 കോടി രൂപ. അതിന് പുറമെ ചില ബോണസൊക്കെ ഉണ്ട്. ഇപ്പോൾ ഗ്രൂപ്പ് മത്സരങ്ങളിലെ ജയത്തിന്, സൂപ്പർ 8 ജയത്തിന്, സെമിഫൈനൽ മത്സരത്തിലെ ജയത്തിന്, ഇതിനൊക്കെ ബോണസ് വേറെ ഉണ്ട്. ബോണസായിട്ട് ഒരു തുക 28.5 ലക്ഷം രൂപ വെച്ചിട്ട് കിട്ടുന്നുണ്ട് ഓരോ കളിക്കും. അപ്പം അത് വേറൊരു നിലയ്ക്ക് ആ സമ്മാന തുക കിട്ടുന്നുണ്ട്. അതിനൊക്കെ പുറമെയാണ് BCCI ഇപ്പോൾ ഇത്രയും വലിയ സമ്മാന തുക കൊടുക്കുന്നത്. തീർച്ചയായിട്ടും വലിയ ഒരു ഇന്ത്യ പോലെ 140 കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്ത്, അന്നന്നത്തെ ജീവിതത്തിന് വലിയ ബുദ്ധിമുട്ടുന്ന ഒരു രാജ്യത്ത് 131 കോടി രൂപ എന്നൊക്കെ പറഞ്ഞാൽ വലിയ പൈസയാണ്. അത് BCCI കൊടുക്കുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ ജയത്തിൻ്റെ ഒരു മാറ്റ് കൂട്ടുന്നു എന്നതിനപ്പുറം ആ ജയം അവർക്ക് സമ്മാനിക്കുന്ന, അവർക്ക് കൊണ്ടുവരുന്ന, കളിക്കാർക്ക് കൊണ്ടുവരുന്ന സൗഭാഗ്യങ്ങളാണ്. അപ്പോൾ ആ സൗഭാഗ്യം ഇത്രത്തോളം വലുതാകുന്നത് തീർച്ചയായിട്ടും കൂടുതൽ ജയങ്ങൾ നേടാനും കൂടുതൽ കിരീടങ്ങൾ നേടാനും ഓരോ ടീമിനും ആ രീതിയിൽ കൂടുതൽ ജയങ്ങളും കിരീടങ്ങളും നേടാൻ അവരെ സ്വാധീനിക്കപ്പെടും, അവർ പ്രോത്സാഹിപ്പിക്കപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും ആ രീതിയിൽ അതൊരു വലിയ സംഭവമാണ്. എന്തായാലും 131 കോടി രൂപയുടെ റെക്കോർഡ് തുക എന്ന് പറയുന്നത് വലിയൊരു വാർത്ത തന്നെയാണ്. അപ്പോൾ ഇന്ത്യൻ ടീമിന് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ.